കേരളത്തിലെ മിന്നുന്ന പ്രകടനങ്ങളിൽ ആദ്യം തന്നെ എടുത്തു വെക്കേണ്ടത് സുരേഷ് ഗോപിയുടെ പേരാണ്. ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതല്ല ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്നതല്ല ഇതിൻ്റെ അടിസ്ഥാനം. കേരളത്തിൽ നമുക്കറിയാം, ഇടത് വലത് മുന്നണികൾ LDFും UDFുമാണ് അതിശക്തമായ പാർട്ടികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണത്തിലേക്ക് എത്തുന്നതും ഒക്കെ അവർ തന്നെയാണ്. അവരെ വെട്ടിച്ചുകൊണ്ട് മൂന്നാമതൊരു കക്ഷി അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സീറ്റിൽ വിജയിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവിടെയാണ് സുരേഷ് ഗോപി അതിശക്തരായ VS സുനിൽകുമാറിനെയും മുരളീധരനെയും തറ പറ്റിച്ചുകൊണ്ട് മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചുകൊണ്ട് വിജയിച്ചത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, സിനിമാ താരം എന്നുള്ളതല്ല, അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ പ്രവർത്തനങ്ങളടക്കം ഇതിൽ വളരെ നിർണായകമാണ്. മിന്നും പ്രകടനത്തിൽ ആദ്യം സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെ പറയണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു പ്രകടനത്തിലേക്കാണ്. ആറ്റിങ്ങലിൽ മുരളീധരൻ നടത്തിയ പ്രകടനം. BJP നേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ച് മാത്രം പറയാനല്ല ഈ വീഡിയോ, മറ്റ് നമ്മുടെ വിവിധ നേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഈ മൂന്നാമതൊരു കക്ഷി അത് ഫൈറ്റ് ചെയ്ത് ഒപ്പം നിൽക്കുക, ഇപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരത്തെക്കാട്ടിൽ കുറഞ്ഞ വോട്ടിന് തോറ്റ സ്ഥലം, BJP കുറഞ്ഞ തോറ്റ സ്ഥലം അത് ആറ്റിങ്ങലാണ്. കേവലം 15,000 വോട്ടിൻ്റെ പിന്നിൽ മാത്രമേ ഉള്ളൂ ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയുമായി. അതായത് നമ്മൾ കേരളത്തിലെ മറ്റേതൊരു പോരാട്ടത്തെക്കാളും എടുത്തു പറയേണ്ടത് മുരളീധരൻ നടത്തിയ പോരാട്ടമാണ്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ രണ്ടാമതും മൂന്നാമതുള്ള സ്ഥാനാർത്ഥികൾ ഒന്നാമതുള്ള സ്ഥാനാർത്ഥിയുമായിട്ട് ഒരുപാട് ദൂരെയാണ്. തിരുവനന്തപുരത്ത് രണ്ടാമതുള്ള സ്ഥാനാർത്ഥിയെക്കാൾ ഒരുപാട് പിന്നിലാണ് മൂന്നാമതുള്ള സ്ഥാനാർത്ഥി. അവിടെ മൂന്നാമതുള്ള സ്ഥാനാർത്ഥി തൊട്ടടുത്ത് തന്നെ എത്തുക, കേവലം 15,000 വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 15,000 വേണ്ട, ഒരു 10,000 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ മുരളീധരനായിരുന്നു അവിടെ ജയിക്കുമായിരുന്നത്. അങ്ങനെ കേരളത്തിൽ ആരും ശ്രദ്ധിക്കാതെ എപ്പോഴും മുരളീധരനെ ആളുകൾ പരിഹസിക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരാൾ ജനസ്വാധീനം, CPMൻ്റെ ഉരുക്കുകോട്ട, അടൂർ പ്രകാശ് പോലെ മത്സരിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് 2 നിയോജക മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലും ഒപ്പം തന്നെ അവിടെ എടുത്തു പറയേണ്ടത് അതാണ്, ആറ്റിങ്ങലും കാട്ടാക്കടയും BJP ആണ് ഒന്നാമത് എന്നതും ശ്രദ്ധേയമാണ്. അരുവിക്കരയിൽ കുറച്ച് പിന്നിൽ പോയതാണ് തോൽവിക്ക് കാരണമെന്നും വിലയിരുത്തേണ്ടി വരും. എന്തായാലും അവിടെ മുരളീധരൻ്റെ പ്രകടനം കേരള രാഷ്ട്രീയത്തിലെ അതിശക്തമായ പോരാട്ടങ്ങളിലൊന്നാണ്. BJPയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി മുരളീധരനായിരുന്നു എന്നുകൂടി പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇനിയുള്ളത്. ഇപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരേക്കാണ്. സുധാകരൻ നടത്തിയ പോരാട്ടമാണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് UDFിൽ നിന്ന് ഏറ്റവും ഗംഭീര പോരാട്ടം നടത്തിയത് എന്ന് പറയേണ്ടി വരും. സുധാകരനെ എഴുതിത്തള്ളി. സുധാകരൻ ഇത്തരം വലിയൊരു പ്രവചനം ഉണ്ടാകുമെന്ന് പ്രകടനം നടത്തുമെന്ന് നമ്മളും പ്രവചിച്ചിരുന്നില്ല. അവിടെ സുധാകരൻ ഇടത് കോട്ടകളടക്കം വിള്ളൽ വരുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വലിയ മണ്ഡലമായ, മുഖ്യമന്ത്രി 40,000-ഓളം വോട്ടിന് വിജയിച്ച ധർമ്മടത്ത് കേവലം 2,616 വോട്ട് മാത്രമാണ് അവിടെ LDFിന് ലീഡുള്ളത്. മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ 60,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ച സ്ഥലത്ത് 3,034 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണുള്ളത്. തളിപ്പറമ്പിൽ UDF നേടി. തളിപ്പറമ്പിൽ 8,887 വോട്ടിൻ്റെ ലീഡ് അവിടെ UDF നേടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അഴീക്കോട് 22,218 വോട്ടിൻ്റെ ലീഡാണ്. അതായത് CPM മണ്ഡലങ്ങളാണ്. CPM വോട്ടുകൾ കുത്തിമറിച്ച് തങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സുധാകരൻ എന്ന കണ്ണൂരിലെ, ഇടത് കോട്ടയായ കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രകടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അവിടെ ഭരണവിരുദ്ധ വികാരം പിണറായിയെ സ്വന്തം നാട്ടുകാർ എഴുതിത്തള്ളി എന്നുകൂടി പറയേണ്ടി വരുന്ന ഒരു പോരാട്ടം ആണ് അവിടെ സുധാകരൻ നടത്തിയത്. അവിടെ BJP സ്ഥാനാർത്ഥിയും ഏതാണ്ട് 1.25 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചു എന്നുള്ളത്, അത് BJPയുടെ വോട്ടൊന്നും പിടിച്ചുകൊണ്ടല്ല, CPMൻ്റെ തന്നെ വോട്ട് പിടിച്ചുകൊണ്ടാണ് അവിടെ സുധാകരൻ ഇത്ര വലിയ മുന്നേറ്റം നടത്തിയത് എന്നതാണ് ശ്രദ്ധേയം. തീർച്ചയായും സുധാകരൻ അത്രത്തോളം വലിയ പ്രാധാന്യം ഷാഫി പറമ്പലിൻ്റെ വിജയത്തിന് ഞാൻ കാണുന്നില്ല. വലിയ പോരാട്ടമെന്ന് പൊതുവെ പറയുമ്പോഴും അവിടെ നേർക്കുനേർ പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 തവണയും UDF ജയിച്ചൊരു മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ എന്ന മികച്ച സ്ഥാനാർത്ഥി അവിടെ ജയിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിരുന്നു. പൊതുവെ സംസ്ഥാനത്തൊട്ടാകെ UDF അനുകൂല ട്രെൻഡ് ഉണ്ടായപ്പോൾ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സ്വാഭാവികമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടി വരിക. കാരണം കേരളത്തിൽ മറ്റു പല സീറ്റുകളിലും, ഏതാണ്ട് എല്ലാ സീറ്റിലും UDF വിജയിച്ചു, ആലത്തൂർ ഒഴികെ, തൃശ്ശൂരിൽ ഒഴികെ എന്നുള്ളത്. അപ്പോൾ ഷാഫിയുടെ പോരാട്ടം പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനൊടുവിൽ അവിടെ വിജയിച്ചു എന്നുള്ളത്, അതും 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ്. വലിയ അജയ്യമായ വിജയമാണ് എന്നതാണ് ഷാഫിയുടെ പ്രത്യേകത. ഷാഫിയുടെ മിന്നും പോരാട്ടം അങ്ങനെയാണ് അടയാളപ്പെടുത്തുക.
പക്ഷേ വടകര കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ആ മണ്ഡലം അങ്ങനെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരുപാട് കളങ്കമുള്ള പ്രചരണങ്ങളാണ് പൊതുവെ ഇരുഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ശൈലജ ടീച്ചറിനെ പോലെ ഏറ്റവും ഇമേജുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി തോൽപ്പിച്ചത് എന്നുള്ളതും വളരെ ശ്രദ്ധ നേടുന്ന ഒന്നാണ്. വടകരയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീണ്ടും ഒരു BJP മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലത്തിലേക്കാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, BJPയുടെ പ്രകടനത്തെ അത്ര കാര്യമായി എടുത്ത് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. BJPക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല. അത്ര പ്രസക്തമല്ലാത്തൊരു സ്ഥലത്ത് BJP കൃത്യമായി മുന്നേറ്റമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ആലപ്പുഴയെക്കുറിച്ചാണ്, ശോഭാ സുരേന്ദ്രനെക്കുറിച്ചാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരു നേതാവുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ടി വരും. ശോഭാ സുരേന്ദ്രനെ ഓരോ തവണയും BJP പലയിടത്ത് മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ചരിത്രമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ എവിടെ പോയാലും കേരള ജനത ശോഭയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ആലപ്പുഴയിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ആലപ്പുഴ BJPക്ക് ഒന്നുമല്ല യഥാർത്ഥത്തിൽ. കാരണം ആലപ്പുഴ നമുക്കറിയാം വർഷങ്ങളായ അതൊരു ഇടത് സ്വഭാവമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇപ്പുറത്ത് UDF ജയിക്കുന്ന പതിവാണ്. പക്ഷേ കഴിഞ്ഞ തവണ LDF ജയിച്ച ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഒരേയൊരു സ്ഥലത്ത് LDF ജയിക്കുന്നത് ഇവിടെയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവിടെയാണ് 3 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കണക്കല്ല. അതും LDFുമായി വളരെ കുറഞ്ഞ അകലം മാത്രമേ BJP സ്ഥാനാർത്ഥിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ BJP നേടി എന്നുള്ളതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്ര വലുതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രകടനം നടന്ന മറ്റൊരു മണ്ഡലം പാലക്കാടാണ്. VK ശ്രീകണ്ഠൻ. നമ്മുടെ പ്രവചനത്തിൽ VK ശ്രീകണ്ഠൻ ജയിക്കുമെന്നായിരുന്നില്ല ഉണ്ടായിരുന്നത്. കാരണം ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കണ്ണൂരിൽ K സുധാകരൻ നടത്തിയതുപോലെ പാലക്കാട് കഴിഞ്ഞ തവണ പാലക്കാട് കേവലം 10,000 വോട്ടിന് കഷ്ടിച്ചാണ് VK ശ്രീകണ്ഠൻ ജയിച്ചത്. VK ശ്രീകണ്ഠൻ്റെ പ്രകടനത്തെക്കുറിച്ച് മണ്ഡലത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചെല്ലാം നമ്മൾ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഇടത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഏതാണ്ടെല്ലാം. അവിടെ ആകെ മണ്ണാർക്കാടും പട്ടാമ്പിയിലെയും ലീഗിൻ്റെ ലീഡ് കൊണ്ടാണ് VK ശ്രീകണ്ഠൻ ജയിച്ചിരുന്നത് കഴിഞ്ഞ തവണ, ഒരു സംശയമില്ല. പക്ഷേ അവിടെ ഇത്തവണ എടുത്തു പറയേണ്ടത് ഇടത് കോട്ടകളിൽ VK ശ്രീകണ്ഠൻ വിജയിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ മണ്ണാർക്കാട് ശരിയാണ് ലീഗിൻ്റെ കോട്ടയിൽ 32,000-ഉം പട്ടാമ്പിയിൽ 27,000-ഉം വോട്ടിൻ്റെ ലീഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇടത് കോട്ടയായ കോങ്ങാട് 6,658, ഒറ്റപ്പാലം 2,208, ഒപ്പം തന്നെ പാലക്കാട് സ്വാഭാവികമായും UDFൻ്റെ സ്ഥലമാണ്, 9,707 വോട്ടിൻ്റെ ലീഡ്. ഇത്രയും സ്ഥലങ്ങൾ അട്ടിമറിക്കാൻ VK ശ്രീകണ്ഠന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ മറ്റ് 2 മണ്ഡലങ്ങളിലെ ലീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത്ര വലിയ ലീഡിൽ VK ശ്രീകണ്ഠൻ ജയിച്ചു എന്നുള്ളത് ശ്രീകണ്ഠൻ്റെ പ്രവർത്തനം എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. നമ്മൾ വീണ്ടും പറയുന്നത് ഒരു തോറ്റ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്, അഡ്വക്കേറ്റ് C. അരുൺകുമാർ. നമ്മൾ നേരത്തെ പ്രവചിച്ചിരുന്നു ഒരുപക്ഷെ C. അരുൺകുമാർ ജയിക്കുമെന്നാണ്. പക്ഷേ ജയതുല്യമായ തോൽവി എന്ന് തന്നെ C. അരുൺകുമാറിൻ്റെ തോൽവി വിലയിരുത്തേണ്ടി വരും. കേവലം 10,000 വോട്ടിന് മാത്രമാണ് കോൺഗ്രസിലെ അധികായനായ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ജയിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ചങ്ങനാശ്ശേരി പോലുള്ള മണ്ഡലത്തിൽ കിട്ടിയ 16,000 വോട്ടിൻ്റെ ലീഡാണ് കഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കൊടിക്കുന്നിൽ ഓടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. C. അരുൺകുമാർ, അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള നേതാക്കൾ കൃത്യമായി മണ്ഡലം നോക്കാത്ത നേതാക്കളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സംസ്ഥാനത്ത് ഇടത് വിരുദ്ധ വികാരം ഇത്രത്തോളം ശക്തമായി പോകുമ്പോഴും കൊടിക്കുന്നിൽ അവിടെ കഷ്ടിച്ച് ജയിച്ചു പോകുന്നു എന്നത് മാത്രമാണ് നിങ്ങൾ എടുത്തു കാണേണ്ടത്. അതായത് അവിടെയും നമ്മൾ എടുത്തു കാണേണ്ടത് C. അരുൺകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, കൊടിക്കുന്നിൽ സുരേഷ് ആ മണ്ഡലത്തിൽ എത്രത്തോളം ഫലത്തിൽ വെറുക്കപ്പെട്ടവനായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്.
ഇനി നമ്മളൊന്ന് പറഞ്ഞു വെക്കണമെന്ന് തോന്നിയ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ്. പാലക്കാട് ബി ജെ പിയുടെ കോട്ടയൊന്നുമല്ല, നമ്മൾ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്ന സി കൃഷ്ണകുമാർ മൂന്നാമത് പോകും എന്ന് തന്നെയാണ്. അവിടെ വോട്ട് നില മെച്ചപ്പെടുത്തി, അതായത് ഇടത് വലത് പോരാട്ടങ്ങൾക്കിടയിൽ വോട്ട് നില സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പി കൂട്ടിയിട്ടുണ്ട്. അവിടെ സി കൃഷ്ണകുമാറും കൂട്ടി. ഒരു വമ്പൻ പ്രകടനമെന്നല്ല, പക്ഷേ സി കൃഷ്ണകുമാർ തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തി. പാലക്കാട് നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി. അദ്ദേഹവും തോറ്റ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ എന്ന ബി ജെ പിയുടെ അതിശക്തനായ നേതാവ് നിന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് രാജീവ് ചന്ദ്രശേഖർ നിന്നപ്പോൾ ഉണ്ടായി. കേവലം ഏതാണ്ട് 16,000-ഓളം വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. അതായത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് അദ്ദേഹം ആ മണ്ഡലത്തിലെത്തുന്നത്. തരൂരിന് കടുത്ത വെല്ലുവിളി ഉണ്ടാക്കി എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ തോൽവിയിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. കാരണം പന്ന്യൻ രവീന്ദ്രൻ കഴിഞ്ഞ തവണ സി ദിവാകരൻ പിടിച്ചത്ര വോട്ട് പോലും പിടിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി പിന്നിൽ പോയി. സാധാരണ ബി ജെ പി അവിടെയും ഒ രാജഗോപാൽ അവിടെയും മുന്നിലെത്തിയ സ്ഥലമാണ്. അവിടെ 4,541 വോട്ടിന് പിന്നിൽ പോയി എന്നത് ശ്രദ്ധേയമാണ്. പന്ന്യൻ രവീന്ദ്രൻ കുറച്ചുകൂടി വോട്ട് പിടിച്ചിരുന്നു എങ്കിൽ ഏതാണ്ട് 2,45,000 വോട്ടെങ്ങാണ്ട് പിടിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 2,54,000 മറ്റോ ആണ് സി ദിവാകരൻ പിടിച്ചതെന്നാണ് ഓർമ്മ. അത്രത്തോളം കുറച്ചുകൂടി പിടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേനെ. കുറഞ്ഞ സമയം കൊണ്ട് ജനമനസ്സിൽ ഇടം നേടിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന് സ്ഥാനം വളരെ വലുതാണ്. കേരളത്തിലെ ഒരേയൊരു കനലായ ആലത്തൂരിലേക്ക് വീണ്ടും നമ്മൾ പോകുമ്പോൾ കെ രാധാകൃഷ്ണൻ എന്ന മികവുറ്റ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിനെ കേരളത്തിൽ രക്ഷിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ മണ്ഡലം കേവലം 22,000 വോട്ടിനാണ് വിജയിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ സി പി എം ഇല്ലാതാവുകയും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയേനേം. എന്തായാലും ഈ ഒരു സീറ്റെങ്കിലും ഒരുപക്ഷെ സി പി എം നേതൃത്വം നേരത്തെ തന്നെ വിലയിരുത്തിയെന്ന് തോന്നുന്നു ഒരു സമ്പൂർണ്ണ പരാജയം. അതുകൊണ്ടായിരിക്കാം ശൈലജ ടീച്ചറിനെയും കെ രാധാകൃഷ്ണനെയും പോലെയുള്ള മികച്ച ഇമേജുള്ള സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിയത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ നടത്തിയ പോരാട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ്. സി പി എമ്മിന് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് എന്ന നിലയിൽ മാത്രമേ, ഇപ്പം മറ്റ് പല മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അത് മാത്രമേ നമുക്ക് അവിടെ പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല, കെ രാധാകൃഷ്ണൻ അവിടെ ജയിക്കുന്നതിന് ടി എൻ സരസു എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ കൂടി നിർണായകമാണ്. കേവലം 80,000 വോട്ടുകൾ മാത്രം ലഭിക്കുന്ന ബി ജെ പിക്ക് പരമാവധി ലഭിക്കുന്ന ഒരു ബന്ധവുമില്ലാത്ത, അതായത് കാര്യമായ ഒരു സ്വാധീനവുമില്ലാത്ത ആലത്തൂരിൽ 1,89,000 വോട്ടെന്ന കുതിച്ചു ചാട്ടത്തിലേക്ക് അവിടെ ബി ജെ പി എത്തി. ടി എൻ സരസു എന്ന കാൻഡിഡേറ്റ് എത്തി എന്നതും രാധാകൃഷ്ണൻ്റെ വിജയം ഉറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടി എൻ സരസു എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രകടനവും കേരളത്തിലെ മിന്നുന്ന പ്രകടനങ്ങളിൽ ഒന്നാണ് എന്ന പട്ടികയിൽ തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ സി പി എമ്മിനൊക്കെ മാത്രമേ സ്വാധീനമുള്ളൂ. സി പി എമ്മിൻ്റെ കോട്ടകളാണ്. ആ കോട്ടകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് കഴിഞ്ഞു. ഇത്തവണ ആ വോട്ടുകൾ വല്ലാതെ കുറഞ്ഞു പോയപ്പോൾ, രമ്യയ്ക്ക് കുറഞ്ഞപ്പോൾ അതിൽ കുറേ വോട്ടുകൾ സരസു ടീച്ചർ നേടി എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവയൊക്കെയാണ് കേരളത്തിലെ മിന്നുന്ന പോരാട്ടങ്ങൾ എന്ന വിലയിരുത്തലാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രകടനങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.